റിപ്പോർട്ടർ ഇംപാക്ട്. വീൽ ചെയർ കേടായതോടെ സ്കൂളിൽ പോകാൻ കഴിയാതിരുന്ന കോഴിക്കോട് കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സൂര്യദേവിന്റെ കഥ ഇന്നലെ സാനിയോ മനോമി പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. സൂര്യദേവിന് ആ പുതിയൊരു വീൽ ചെയർ ഇന്നലെ ലഭിച്ചു. വീൽ ചെയർ കൊടുത്തത് സേവാഭാരതിയാണ്. സേവാഭാരതി പുതിയ വീൽ ചെയർ വീട്ടിലെത്തിച്ച് നൽകി. സൂര്യദേവിന്റെ വീട്ടിലേക്കുള്ള വഴി നന്നാക്കി നൽകാൻ ഒരു വ്യവസായി തിരുവനന്തപുരത്ത് നിന്നും സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. മലയം ദൈവസഭാ സുവിശേഷകനും വ്യവസായിയുമായ ജെറിൻ ചേരുവിളയാണ് സഹായവുമായി എത്തിയത്. വീൽ ചെയർ കേടായതോടെ ഒരാഴ്ചയായി സൂര്യദേവിന് സ്കൂളിൽ പോവാൻ കഴിയാത്തത് റിപ്പോർട്ടർ വാർത്തയായി നൽകിയിരുന്നു. സാനിയോ മനോമിയും സുനിഷ അയ്യലൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സാനിയോയിലേക്ക്. സാനിയോ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. സുനിഷ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ആദ്യം സാനിയോയിലേക്ക് പോയാൽ, സാനിയോ, സൂര്യദേവിന് സന്തോഷമായി കാണുമല്ലോ അല്ലേ? സൂര്യദേവിന്റെ വീൽ ചെയർ ഇല്ലാതെ ഒരാഴ്ചക്കാലം സ്കൂളിൽ പോകാൻ കഴിയാതെ ആ കുഞ്ഞു വല്ലാതെ ബുദ്ധിമുട്ടി. ഇന്നലെ സാനിയോയുടെ വാർത്ത വന്നു. എന്നെ തന്നെ 4-5 പേര് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. സൂര്യദേവിന് വേണമെങ്കിൽ നമുക്ക് വീൽ ചെയർ വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. 3 ട്രസ്റ്റുകൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം തന്നെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവരോട് പറയുന്നു, അതിന് നമുക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട മറ്റു കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പോൾ സൂര്യദേവിന് ഒരു വീൽ ചെയർ ഒരുങ്ങിയിരിക്കുകയാണ്. വീൽ ചെയർ വീട്ടിലെത്തിയോ സാനിയോ? ഇതാ, ഞാൻ സൂര്യദേവന്റെ വീട്ടിലാണ് അരുൺ ഉള്ളത്. സൂര്യദേവ് പുതിയ വീൽ ചെയറിലാണ്. വീട്ടിലെത്തിയല്ലേ പുതിയ വീൽ ചെയർ? സന്തോഷായോ? ഓ, സന്തോഷായി. ഇനിയിപ്പോ സ്കൂളിൽ പോവാലോ? സ്കൂളിൽ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതായത് ഒരാഴ്ചയായി പോവാണ്ടിരിക്കുന്നതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു അല്ലേ? വലിയ സങ്കടമായിരുന്നു. ഈ സ്കോളർഷിപ്പ് ഒക്കെ മിസ്സാവുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതെ. ഒന്ന് പറഞ്ഞേ, സന്തോഷം പ്രകടിപ്പിക്ക്, കാണാനില്ലല്ലോ. ഈ വീൽ ചെയർ കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ ഒരു സങ്കടം പോലെ? ഒന്നുമില്ല. ഇവിടെ വഴിയൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറെ അങ്കിളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷായി അല്ലേ? കൂടുതൽ വരാൻ ഞാൻ ഇങ്ങോട്ട് വരാം. സാനിയോ, അവന്റെ ആ വഴിയും കൂടി ഒന്ന് വൃത്തിയാക്കിയിടണം. അതാണ് ആ കുഞ്ഞിന്റെ സങ്കടം. കാരണം ഈ വീൽ ചെയർ ആ വഴിയിലൂടെ പോയാൽ പെട്ടെന്ന് കേടാവുമെന്ന് അവർക്കറിയാം അല്ലേ? അതെ അതെ അതെ, അങ്ങനെയാണ്. അതായത് കഴിഞ്ഞ വീൽ ചെയർ ഒക്കെ കേടായത് അങ്ങനെയാണ്. ഇപ്പൊ നമുക്കൊപ്പം ഈ വീൽ ചെയർ കൊടുത്ത കക്കോടി യൂണിറ്റ് സേവാഭാരതി ടീം നമുക്കൊപ്പം ഉണ്ട്. ഈ വാർത്തയൊക്കെ കണ്ടിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? വാർത്ത കണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളോട് ഒരാൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വീൽ ചെയർ ഞാൻ ചെയ്യാം, അപ്പോൾ നിങ്ങളവിടെ പോയിട്ട് കാണുന്നതാണ്. ഞങ്ങളിവിടെ വന്ന് വീൽ ചെയർ കൊടുത്താണ്. വലിയ സന്തോഷം ഉണ്ടോ ഈ ഒരു? പിന്നെ നല്ലൊരു കാര്യമല്ലേ. എന്താണ് അവരുടെ പേര് കൂടി ഒന്ന് പറയാമോ? ശോചനാവസ്ഥനെ കൊണ്ടാണ് കുട്ടീന്റെ വീൽ ചെയർ ഈ 2 കൊല്ലം കൊണ്ട് തന്നെ. എന്താ പേരെന്താ? രാകേഷ്. നിങ്ങളെ പേരെന്താ? മിഥുൻ. അപ്പോ ഈ ഒരു പ്രവൃത്തിയിൽ ഉൾപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഉണ്ടോ? എന്താ ചെയ്യുന്നേ? ഞാൻ പ്ലംബിങ്ങിന്റെ ജോലി. ഇപ്പൊ സൂര്യദേവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ വഴി, അതായത് അരുൺ, ഈ വഴി കൂടിയാണ് ഈ കുഞ്ഞിനെ ഈ വീൽ ചെയറും കൊണ്ട് പോകേണ്ടത്. ഈ ഏത് വീൽ ചെയർ ആയാലും ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും അത് നശിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് വഴി കൂടി നന്നാക്കണമെന്നാണ് ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. സൂര്യദേവന്റെ അച്ഛനുണ്ട്. സന്തോഷായോ? സന്തോഷായി. ഈ സ്കൂളിലൊക്കെ പോവാലോ? സ്കൂളിൽ പോവാം. എന്താ പറയാനല്ലേ? എല്ലാവർക്കും നന്ദി. ഒരു എന്താ പറയുക പേര്, സേവാഭാരതിക്കാരും ഇനി വേറെ ആളുകള് വഴിയൊക്കെ ഉണ്ടാക്കി തരാൻ, ചേട്ടനും കുടുംബവും അവർക്കും ഒക്കെ നന്ദി. വഴി ഉണ്ടാക്കി തരാന്ന് ഈ വഴിയാണ് പ്രധാനമായിട്ട് വേണ്ടത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ ഉണ്ട്. അവരെ ഒരാളുമായി സംസാരിക്കും. വഴി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട്. സാനിയോ, സൂര്യദേവിന്റെ ചെവിയിലൊന്ന് ഇയർഫോൺ വെച്ച് കൊടുത്താൽ നമുക്ക് സുനിഷ പറയുന്നത് കൂടി ഒന്ന് നമുക്ക് സൂര്യദേവിനെ കേൾപ്പിക്കാം. ജെറിൻ ചേരുവിളയാണ് ഒരു സഹായവുമായിട്ട് എത്തിയിരിക്കുന്നത്. സുനീഷയുണ്ട് നമുക്കൊപ്പം. സുനീഷ, ഗുഡ് മോർണിംഗ്. സുനീഷ, ജെറിനും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെറിൻ. സന്തോഷം. കാരണം ഈ കുഞ്ഞിന്റെ സ്കൂളിൽ പോകാനുള്ള വഴി അടയുമ്പോൾ വഴി തുറക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. സുനീഷ, ഒന്ന് ജെറിനോട് ചോദിക്കൂ. അപ്പോൾ ഇപ്പോൾ വീൽ ചെയർ ആയിക്കഴിഞ്ഞു. ഇനി വീൽ ചെയർ ഉരുണ്ടു പോകാനുള്ള ആ റോഡ് കുറച്ച് ദൂരമേ ഉള്ളൂ. അതൊന്ന് വൃത്തിയാക്കി കിട്ടണം. അതിന് നമ്മളെ സഹായിക്കുമെന്നാണോ പറയുന്നത് അദ്ദേഹം? അരുൺ, അതെ, നമ്മുടെ വാർത്ത കണ്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ആദ്യം തന്നെ വീൽ ചെയർ അവിടെ എത്തിയിരുന്നു. പക്ഷേ വീൽ ചെയറിന് പോകാൻ കൃത്യമായ ഒരു വഴി അത് വേണമല്ലോ. അപ്പൊ തന്നെ സന്നദ്ധത അറിയിച്ചു വന്നതാണ് ഇതാ ജെറിൻ നമ്മളോട് പറഞ്ഞത്. വഴിക്ക് എത്ര രൂപയാകുമോ അതൊന്നും കുഴപ്പമില്ല, ആ വഴി നല്ല രീതിയിലാവട്ടെ, വീൽ ചെയർ കൃത്യമായി പോകാൻ കഴിയുന്ന തരത്തിൽ തന്നെ ചെയ്തു കൊടുക്കൂ എന്നുള്ളതാണ്. അത്തരത്തിൽ വഴി കൂടി ഒരുങ്ങുന്നു സൂര്യദേവൻ എന്നതല്ലേ? സൂര്യദേവ് കൂടി കേൾക്കുന്നുണ്ട് അപ്പുറത്ത്. അതെ, സൂര്യദേവന്റെ മുഖത്ത് ഈ സന്തോഷമാണ് നമ്മുടെ എല്ലാം ഒരു സന്തോഷം. പ്രത്യേകിച്ച് അർഹതപ്പെട്ടവരിലേക്ക് ഇത് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് റിപ്പോർട്ടർ ചാനൽ വഴിതിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം.
ജെറിനോട് പ്രത്യേകിച്ച് ഇങ്ങനെ അവരുടെ ജെറിനോട് ആവശ്യപ്രകാരം സൂര്യദേവ് നല്ല കേൾക്കുന്നുണ്ടെന്ന് രീതിയിൽ പറഞ്ഞോളൂ നമുക്ക് സുനിഷ. സൂര്യദേവിന് ഒരു ജെറിനോട് വഴി നേരിട്ട് ക്രമീകരിക്കാം. തന്നെ പറഞ്ഞോളൂ അതിന് എന്താണ് മലയാളി ചെയ്യാൻ ദിവസത്തിൽ പോകുന്നത്. എല്ലാ സപ്പോർട്ടും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒത്തിരി സൂര്യദേവുമാരുണ്ട്. നമ്മുടെ സൂര്യദേവ് തന്നെ അപ്പുറത്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ സൂര്യദേവിനോട് തന്നെ നേരിട്ട് സംസാരിച്ചോളൂ, പറഞ്ഞു. സൂര്യദേവ് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ രണ്ടും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മലയൻ ദൈവസഭയിലെ ഒത്തിരി സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ കേട്ടതുപോലെ സൂര്യദേവിന്റെ കൂടെ ഒരു സുൽത്താനും ഉണ്ട്. ഒത്തിരി സുൽത്താൻമാരുണ്ട് കൂടെ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മള് വഴി ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ അവരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തയ്യാറാക്കാൻ? അതെ, അതിന് ആവശ്യമുള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്യും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ വീടിനെ കുറിച്ചും ജെറിൻ ചോദിച്ചു എന്നുള്ളതാണല്ലോ. അതെ, അത് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് അതിന്റെ ഒരു ക്രമീകരണം ചെയ്യാൻ പറ്റും. അർഹതപ്പെട്ടവരിൽ ഈ കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സൂര്യദേവ ജെറിനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സന്തോഷമാണ് ഒരു നിമിഷം അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സൂര്യദേവിന് ജെറിനങ്ങളോട് വഴിയും ശരിയായി തരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ജെറിനങ്ങൾ വന്ന് കാണും. സന്തോഷമുണ്ട്. സൂര്യദേവ്, താങ്ക് യു. ഓക്കെ, അപ്പൊ മോനെ സ്കൂളിൽ പോയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോ സ്കൂളിൽ വഴിയും കൂടി ആവും. തൽക്കാലം നമുക്ക് സുൽത്താനുമായിട്ട് കൂട്ടുകൂടി സ്കൂളിലേക്കൊക്കെ പോയിക്കോളൂ. താങ്ക് യു സുനിഷ, താങ്ക് യു സാനിയോ, താങ്ക് യു ജെറിൻ. ജെറിൻ, നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. അതേപോലെ സേവാഭാരതിയിലെ നമ്മുടെ സഹോദരങ്ങളോട് പ്രിയപ്പെട്ടവർ നിങ്ങളും ചെയ്തൊരു വലിയ കാര്യമാണ്.